ശ്രീ ജോർജ് ജോസഫ്, ഞെട്ടിക്കുന്നതാണോ ഇപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട താരങ്ങൾ? അത് പ്രയാഗ മാർട്ടിൻ, മറ്റൊന്ന് ശ്രീനാഥ് ഭാസി എന്ന യുവതാരം കൂടിയാണ് ഓം പ്രകാശ് സംഘടിപ്പിച്ച ആ ലഹരി പാർട്ടിയിൽ പങ്കെടുത്തിരിക്കുന്നത്. അത്ഭുതപ്പെടുന്നുണ്ടോ? അത്ഭുതപ്പെടുത്തുന്നു. കാരണം ഓം പ്രകാശിനെ യഥേഷ്ട ഇങ്ങനെ വിട്ടിരിക്കുകയാണ് ഗവൺമെന്റും അതുപോലെ തന്നെ പോലീസും. ഇയാളെ ഒന്ന് ശിക്ഷിപ്പിക്കാൻ എന്താ ഇവർക്ക് ശ്രമിക്കാത്തത്? എത്രയോ കേസുകളായി, എത്ര അറ്റംപ്റ്റ് മർഡർ കേസുകളായി, എന്തുമാത്രം കേസുകളുള്ള വ്യക്തിയാണ്. ഇയാളെ സമൂഹത്തിനെ നശിപ്പിക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടല്ലോ. പ്രിയാഗ മാർട്ടിനും അതുപോലെ തന്നെ ശ്രീനാഥ് ഭാസിയും ആ സിനിമയിൽ കയറി വരുന്ന താരങ്ങളെല്ലാം ഇയാളുടെ പുറകെയാണ്. ഏകദേശം 10-20ഓളം പേര് പോലീസ് മനസ്സിലാക്കിയിട്ടുണ്ട്. ഏതായാലും മരട് പോലീസിനെ ഏതായാലും അഭിനന്ദിക്കാതിരിക്കാൻ ഒക്കില്ല. കാരണം അതിശക്തമായിട്ട് അവർ രംഗത്ത് വന്നിട്ടുണ്ട്. പക്ഷെ രാഷ്ട്രീയമായ അല്ലെങ്കിൽ ഈ ഒരു സ്വാധീനം. ശ്രീ ജോർജ് ജോസഫ്, ഈ പലപ്പോഴും സംശയങ്ങൾ ഈ പോലീസ് സംഘത്തിനും ഡാൻസ് ഓഫ് സംഘത്തിനുമൊക്കെ ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇവരിലേക്ക് എത്തുക എന്ന വലിയ ചലഞ്ചാണ്. ഒന്നാമത്തെ കാര്യം, ഇവർ എവിടെയൊക്കെയാണ് ഈ പാർട്ടികൾ നടത്തുന്നത്? വൻ VIP-കൾ, വൻ രാഷ്ട്രീയ നേതാക്കളും വൻ തോക്കുകളൊക്കെ വരുന്ന സ്ഥലത്താണ് ഈ പാർട്ടികൾ സംഘടിപ്പിക്കുന്നത്. അവിടേക്ക് ഈ പാവപ്പെട്ട പോലീസുകാർക്കൊക്കെ അവിടേക്ക് എത്താൻപ്പെടുക എന്ന് പറഞ്ഞാൽ വലിയ പാടാണ്. അപ്പോൾ ഓം പ്രകാശിന് തന്നെ അറിയാമല്ലോ, വലിയ പിൻബലമുള്ള വ്യക്തിയാണ് അദ്ദേഹം. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഈ പോലീസിന് ഇതിന് തുടർച്ച വേണം. ഇപ്പോൾ ഒരു ടേണിംഗ് പോയിന്റിലേക്ക് എത്തുകയാണല്ലേ ഈ അറസ്റ്റ്? കാരണം സാധാരണപ്പെട്ട റാങ്കിലോ അല്ലെങ്കിൽ കോൺസ്റ്റബിൾ റാങ്കിലുള്ളവരാണ് അവിടെ ചെന്നിരിക്കുന്നത്. അവര് ധൈര്യസമേതം കയറി ചെന്ന് പിടിക്കുന്നല്ലോ. ഏതായാലും അയാളെ അവിടുന്ന് തന്നെ അറസ്റ്റ് ചെയ്ത് വലിയൊരു കാര്യമല്ലേ. ഇത് രഹസ്യമായിട്ട് 5 സ്റ്റാർ ഹോട്ടലിൽ സാധാരണഗതിയിൽ ഇവരൊക്കെ വന്ന് താമസിക്കുന്ന ആരാണ് താമസിക്കുന്നതെന്ന് പോലീസിന് അറിയില്ല. പക്ഷെ ഇവിടെ രഹസ്യമായിട്ട് ഇവൻ വന്ന് അവിടെ 2 പേര്, ഷിഹാസ് എന്ന് പറഞ്ഞ ഒരാളെ, കൊല്ലത്തിലൊരു തടി വ്യവസായി, ഇയാളൂടെ ചേർന്നാണ് ഈ കച്ചവടം നടത്തുന്നത്. അവിടെ വന്നപ്പോൾ ഏകദേശം 20ഓളം പേരുടെ പേര്, അഡ്രസ്സും ഒക്കെ പോലീസിന് കിട്ടിക്കഴിഞ്ഞു. കാരണം അത് CCTV ദൃശ്യത്തിനകത്ത് അതെല്ലാം ഉണ്ടായിരുന്നല്ലോ. ഏതായാലും ഈ പ്രിയാഗ മാർട്ടിനും ഈ ശ്രീനാഥ് ഭാസിയുടെയും പോലുള്ള ആ താരങ്ങള് മലയാള സിനിമയിൽ ഇതുപോലെയുള്ള ധാരാളം പേര് ഈ ഡ്രഗ്സിന് അടിമകളാണ്. അത് ഹേമ കമ്മീഷനും ഒപ്പം അതുപോലെ തന്നെ നമുക്കറിയാമല്ലോ, പോലീസ് ഈ ഷൂട്ടിംഗ് സ്ഥലങ്ങളിൽ പല സ്ഥലത്തും പോകണമെന്നും അവിടെ ഒരു PRO വേണമെന്നും ഒക്കെ പറയുന്നതിന്റെ കാരണം മനസ്സിലായല്ലോ. ഇതിപ്പം റെഡ് ഹാൻഡായിട്ട് പിടിച്ചല്ലോ പോലീസ്. കാരണം ഇതിനകത്ത് ഈ കേരളത്തിലെ യുവതാരങ്ങളെ മലിനപ്പെടുത്തുന്ന MDMA കൊക്കൈനും ഒക്കെ കൊണ്ട് കൊടുക്കുന്ന ഒരു ഡിഫൻസുകാരനാണ് ഓം പ്രകാശ്. ഇപ്പൊ അപ്പൊ അത് തന്നെയല്ല അയാൾ നേരത്തെ ഇപ്പോൾ ഗുണ്ടാപ്പണി നടക്കില്ല. ഗുണ്ടാപ്പണിയേക്കാളും ലാഭം ഇപ്പൊ ലഹരിയില്ലേ. അതെ, ഇത് വിറ്റാൽ മതിയല്ലോ. ഇത് അവിടെ എത്ര ദിവസം താമസിച്ചു, ഇയാൾ എത്ര തൂക്കം അല്ലെങ്കിൽ എത്ര ഗ്രാം ഈ MDMA അല്ലെങ്കിൽ കൊക്കൈൻ അവിടെ കൊണ്ടുവന്നു, എല്ലാം വിറ്റുപോയിരിക്കുന്നു. ആവശ്യത്തിനുള്ള പൈസയും കിട്ടും. ഇയാളെ കൈവശം എത്ര രൂപ പൈസ? ഇവിടെ നമുക്കറിയാമല്ലോ, ഈ നർക്കോട്ടിക് കേസുകൾക്ക് ഒരുപാട് നമുക്ക് നൂലാമാലകളുണ്ട്. അപ്പോൾ ഈ കൈയോടെ പൊക്കുക, അതിന്റെ ക്വാണ്ടിറ്റി, ഇപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുകയാണ് ഈ വ്യക്തിക്ക്. പക്ഷേ പോലീസിന്റെ റഡാറ് ഈ ഓം പ്രകാശിന്റെ മേൽ വേണ്ടതല്ലേ? മാത്രമല്ല ഇത് ഒരുപക്ഷെ ഒരു സംഭവമായിരിക്കും. ഇതിനു മുൻപ് കൊച്ചിയിൽ എത്രയോ പേർ, ഈ ശ്രീനാഥ് ഭാസിയും പ്രയാഗ മാർട്ടിനും ഒക്കെ തന്നെ ഒരുപക്ഷെ സാമ്പിളുകളായിരിക്കാം. അതിനപ്പുറത്തേക്കൊക്കെ കണ്ണികൾ ഉണ്ടായിരിക്കാം, കണ്ണി ചേർക്കപ്പെട്ടിരിക്കാം. അപ്പോൾ ഇതിൽ വ്യക്തമായൊരു തുടരന്വേഷണം പോലീസിന് അല്ലെങ്കിൽ ഈ സംഘത്തിന് ഇപ്പോൾ ശ്രീ ജോർജ് ജോസഫ് അങ്ങയിലേക്ക് തിരികെ എത്താം.